സ്കൂളിൽ പഠിക്കാൻ വിട്ടാൽ സ്കൂളിൽ തന്നെ പോകണം. അല്ലാതെ ആ നേരത്തെ കണ്ട എള്ളുപാടത്ത് കാക്കയെ പിടിക്കാൻ പോയവരൊക്കെ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മോദി ഈസ് ഗ്രേറ്റ്. ഹോർമൂസ് കടലിടുക്ക് കടന്നൊരു കപ്പലെത്തുന്നു എന്ന് കേട്ട ഉടൻ കമന്റ് ബോക്സിൽ പുളകം കൊണ്ടവരോടാണ്. മോദി ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ ഇതൊന്നു കേട്ടോളൂ. ഇന്ത്യക്ക് ഒരു നയമുണ്ട്. ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻഡ് മൂവ്മെന്റ്. അതായത് മറ്റൊരു രാജ്യത്തിന്റെ സഖ്യത്തിന്റെ ഒപ്പം കൂട്ടം ചേരാതെ ഇന്ത്യക്ക് സ്വന്തമായുള്ള നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു നയം. അതിപ്പോൾ എവിടെയാണ്? പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പല ശക്തരായ നേതാക്കൾ ഭരിച്ചപ്പോഴും ഇന്ത്യ ആർക്കും അടിയറവ് വെച്ചിരുന്നില്ല. അല്ലെങ്കിൽ സ്വന്തം നയങ്ങൾ മറ്റാർക്ക് വേണ്ടിയെങ്കിലും വെച്ചു മാറ്റിയിരുന്നില്ല. അങ്ങനെ നോക്കിയാൽ വലിയൊരു നീണ്ട കഥ തന്നെയുണ്ട്. പിന്നെ ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്നൊക്കെ അറിയണമെങ്കിൽ സ്കൂളിൽ പോയിട്ടുണ്ടാകണം. ശാഖയിലെ നിലത്ത് കാവിക്കളസമിട്ടിരുന്നാൽ തനിയെ വന്ന് കയറില്ല. വിദ്യാഭ്യാസം ഉണ്ടാവണം. ഓടയിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മോദിക്ക് ഇതൊന്നും അറിയില്ലെന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. 75 കൊല്ലം കൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത സൗഹൃദങ്ങൾ കാറ്റിൽ പറത്തി US കീഴിൽ കഴുകി പോരുന്ന നരേന്ദ്രമോദി എങ്ങനെ ഗ്രേറ്റായി? 30 ദിവസത്തേക്ക് ഇന്ത്യയെ റഷ്യൻ ഓയിൽ വാങ്ങാൻ അമേരിക്ക അനുവദിച്ചിരുന്നു. അതും മോദിയുടെ ഗ്രേറ്റ്നസ് കൊണ്ട്. അതിന് അമേരിക്ക ഇന്ത്യയുടെ തന്തയാണോ? ഇന്ത്യയെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഡ്രമാറ്റിക് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ നോക്കി നിൽക്കുന്നവർ രാജ്യത്തിനെതിരല്ലേ? അപ്പോൾ നിങ്ങളല്ലേ ശരിക്കുമുള്ള ആന്റി നാഷണൽ? ചൈനയ്ക്ക് 1.2 ബില്യൺ ബാരലിന്റെ ഇന്ധന ശേഖരമാണ് ഉള്ളത്. അതായത് 4 മാസമോ അതിൽ കൂടുതലോ മറ്റൊരു രാജ്യത്തിന്റെയും കാല് പിടിക്കാതെ അന്നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ധനം ലഭിക്കും. അത് ചൈനയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ലോകത്തിലെ ഇമ്പോർട്ടിംഗ് മേഖലയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റു രാജ്യങ്ങളെ ബേസിക് ആവശ്യങ്ങൾക്ക് പോലും ആശ്രയിക്കേണ്ട ഗതിയിൽ ഇന്ത്യ എത്തിയത് കഴിഞ്ഞ 10 വർഷത്തെ ദീർഘവീക്ഷണത്തിലാണ്. ഇത് മോദി ഗ്രേറ്റ് ആയതുകൊണ്ടാണോ? ഇറാനല്ലേ, മോദി അല്ലല്ലോ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് ആലോചിക്കുന്നവർ ഇതുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്ഥിതിഗതികൾ ഇത്രയും വഷളാകുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിന് ഡീസൽ നൽകാൻ പോവുകയാണ്. നിലനിൽക്കുന്ന ഒരു കരാറിന്റെ പേരിൽ 5000 ടൺ ഡീസലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇന്ധന പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ബംഗ്ലാദേശിന് കൈമാറാൻ പോകുന്നത്. കമന്റ് ബോക്സിൽ വർഗീയത പറയുന്നവരൊക്കെ ഇത് കാണുന്നുണ്ടാകുമല്ലോ. സ്കൂളിൽ പഠിക്കാൻ വിട്ടാൽ സ്കൂളിൽ തന്നെ പോകണം. അല്ലാതെ ആ നേരത്തെ കണ്ട എള്ളുപാടത്ത് കാക്കയെ പിടിക്കാൻ പോയവരൊക്കെ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കും.